നമസ്കാരം. ഇത് വെറും ഒരു വാർത്തയല്ല. നമ്മുടെയൊക്കെ ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ നേർചിത്രമാണ്. ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നല്ല അറിവും വിവേകവുമുള്ള ഒരു തലമുറയാണ് മയക്കുമരുന്ന് എന്ന ലഹരിയിൽ മുങ്ങി ജീവച്ഛവങ്ങളാക്കി കറുത്ത ശക്തികൾ അവരെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ നമ്മൾ ഉറക്കെ ഇനി ശബ്ദം ഉയർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വരുന്ന വാർത്തകൾ, ചാനലിൽ വരുന്ന വാർത്തകൾ. ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു പെണ്ണ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിച്ച അവസാനം അടിമയായത്രേ. വേറൊരു പെണ്ണ് മറ്റെന്തോ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠിക്കുന്നു പറയുന്നുണ്ട്, ഏവിയേഷൻ ആദ്യം ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അല്ല, ഈ കാരിയേഴ്സ് ആയിട്ട് പോകുന്നതൊക്കെ ഇന്ന് വലിയ വലിയ കുടുംബങ്ങളിലെ, നല്ല അന്തസ്സുള്ള കുടുംബങ്ങളിലെ നല്ല പെൺകുട്ടികളടക്കമുള്ളവരാ. പെൺകുട്ടി ആൺകുട്ടി എന്ന് പറയുന്നത് ഈ ആണുങ്ങൾ മോശമാക്കി പറയുന്നതല്ല ഞാൻ. അപ്പൊ ഇവരെയൊക്കെ ഈ രീതിയിൽ ആക്കി തീർക്കുന്നത് ഈ സമൂഹത്തിലെ ചില സാമൂഹ്യ ദ്രോഹികളല്ലേ. കഴിഞ്ഞ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ പരിപാടി, ഇത് റെയ്ഡ് നടത്തി തുടങ്ങിയതിനു ശേഷം കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഒക്കെ കിലോ കണക്കിന് മയക്കുമരുന്നാണ് ഓരോ ദിവസവും പിടികൂടുന്നത്. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് കിലോ കണക്കിനെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഉണ്ട് ഈ സമൂഹത്തിൽ. ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ സംഭവിച്ചത്, ഇവിടെ ഞാൻ കുന്നുംപുറത്ത്, മലപ്പുറം ജില്ലയിലെ ഏറനഗറിനടുത്ത് കുന്നുംപുറം, ഏകദേശം 1 വർഷം മുമ്പ് ഇവിടെ ഒരു വാഹനാപകടം നടന്നു. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അതിലൊരു വണ്ടി ഇൻഷുർ ഇല്ല, ഡ്രൈവർ ഇറങ്ങി ഓടി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അറിയുന്ന ചിലരൊക്കെ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. പിന്നീടാണ്, മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് എടുത്തുകൊണ്ട് പോയതിനകത്ത് മറ്റേ സാധനം ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയത്. നമ്മളൊക്കെ അന്തപ്പെടാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ പിന്നിൽ. കഴിഞ്ഞ ദിവസം ഒരു കാറും ബസ്സും കൂടി ആക്സിഡന്റ് ഉണ്ടായി. ആ കാറിനുള്ളവർ ലഹരി കൈകാര്യം ചെയ്തിരുന്നായിരുന്നു എന്നും അവർ ലഹരിയിലായിരുന്നു എന്നൊക്കെ പിന്നീട് വാർത്ത വരുന്നു. ആ ആക്സിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ അതിനുള്ളിൽ മറ്റാരൊക്കെയോ അതിൽ നിന്ന് ചില വെളുത്ത പൊതികളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം മാരകമായ അളവിൽ മയക്കുമരുന്ന് വ്യാപനം നടക്കുന്നുണ്ട്. ഇത് കിലോ കണക്കിന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഉപയോഗിക്കാൻ ആളുണ്ടായിട്ടല്ലേ ഇറക്കുന്നേ, അല്ലാതെ 1, 2, 3 പേര് ഈ കിലോ കണക്കിനെടുത്ത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്ര ശതമാനം ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അത് ഏതെങ്കിലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. കഴിഞ്ഞ സർക്കാർ ഉറങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പൊ ഈ സർക്കാർ ഉണർന്നാണോ പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വൻകിടക്കാരെ ഇനി കൂടുതൽ പിടിക്കട്ടെ എന്നിട്ട് പറയാം. ഏതായാലും പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വലിയ തലക്കെട്ടുകളായിട്ട് ഈ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ആ വാർത്തകൾക്കപ്പുറം ആരും കാണാത്ത ചില ഭീതിതമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ ചോദിക്കാൻ പഠിക്കുന്ന ചില ചോദ്യങ്ങൾ: ആരാണ് ശരിക്കും ഈ മാഫിയയെ നിയന്ത്രിക്കുന്നത്? എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഈ വിഷം ഒഴുകി എത്തുന്നത്? ലഹരി കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുക്കേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനങ്ങൾ പോലും രാഷ്ട്രീയ കളികളിൽ അഴിമതിയൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പ്രമുഖർ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്ന വാർത്തകൾ ഇന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിൽ ഇത്തരം കേസുകൾ എത്തുമ്പോൾ അവിടെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടി നട്ടലുള്ള പ്രോസിക്യൂട്ടർമാർ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക സത്യത്തിൽ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. കുറെ അഴിച്ചുപണികളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അഴിച്ചുപണികളുണ്ട്, മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ വെറും നാടകങ്ങളാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂ. ഇതിനേക്കാൾ ഏറെയൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ ലഹരി മാഫിയകൾ നമ്മുടെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യമിട്ട് ഒരുക്കുന്ന പുതിയ കെണികളാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുന്നതാണ്. ഒരു മിഠായി ഫാക്ടറിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് കുട്ടികൾ വാങ്ങുന്ന മിഠായികളാണ്. എന്ന് പറഞ്ഞാൽ മിഠായികൾ അതീവ രഹസ്യമായി അതിന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മയക്കുമരുന്ന്, അല്ലെങ്കിൽ ആ മിഠായിയിൽ മയക്കുമരുന്ന് കലർത്തി. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ പോകുന്ന നമ്മുടെ കൊച്ചുകുട്ടികൾ കാശ് കൊടുത്ത് വാങ്ങി കഴിക്കുന്ന മിഠായികളിൽ പോലും മയക്കുമരുന്ന് ചേർത്ത് വെച്ച് അവരെ ലഹരിക്ക് അടിമകളാക്കാൻ നോക്കുന്ന ഈ മനുഷ്യമൃഗങ്ങളെ ഏത് ഭാഷയിലാണ് നമ്മൾ വിളിക്കേണ്ടത്? ഇതാണോ നമ്മൾ പറയുന്ന പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്ര പെടപ്പാടുപെടുന്നത്? ഇവരെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണോ ഈ സർക്കാർ പോലും നിലകൊള്ളുന്നത്? വൻകിട ലഹരി കടത്തുകാർ ഇന്ന് കരിയർമാരാക്കാൻ ഉപയോഗിക്കുന്നത് വലിയ സ്വപ്നങ്ങളുള്ള പെൺകുട്ടികളെയും യുവാക്കളെയുമാണ്. വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ സൗജന്യമായിട്ട് ടൂർ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. വലിയ പാർട്ട് ടൈം ജോലികൾ വാഗ്ദാനം ചെയ്തുമായിട്ടാണ് ഇവരെ പലരെയും വലയിലാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പെൺകുട്ടികൾ പോലും തങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിന്റെ ഉള്ളറകളിൽ എന്താണ് എന്നറിയാതെ ചതിക്കപ്പെടുന്നുണ്ട്.
പിടിക്കപ്പെടുമ്പോഴാണ് അറിയുന്നത്. പിന്നെ അവരുടെ ജീവിതം കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. അവരുടെ പത്രത്തിൽ പടം വരുന്നു, ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാകുന്നു, കാരിയർ ആകുന്നു. പിന്നെ ഏതൊക്കെ രീതിയിലാണ് അവർ പോകുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവർ ആ രീതിയിലൊക്കെ ദുരുപയോഗം നടക്കും. പിന്നെ അവരുടെ ജീവിതം ഒന്നുകിൽ അവർ ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എന്നേക്കുമായി തകർന്ന് ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത ഒരാളായി, നാടിനെ നശിപ്പിക്കുന്ന ഒരാളായി ഒക്കെ ചിലപ്പോൾ ജീവിച്ചു വന്നു വരും. ഈ ഉറങ്ങാതിരുന്ന് പണിയെടുക്കേണ്ടവരുണ്ട്, നൈറ്റ് ഡ്യൂട്ടികൾ നോക്കുന്നവർ. അവരിൽ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ മരുന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ പോലീസിന്റെ പിടിയിലാകുമ്പോൾ മാത്രമാണ് തങ്ങളൊരു വലിയ മാഫിയയുടെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നത്. ഇവിടെ തകരുന്നത് ആ കുട്ടികളുടെ ഭാവി മാത്രമല്ല, ഒരു ആയുസ് മുഴുവൻ അവർക്കായി ജീവിച്ച ഒരു പറ്റം രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കളുടെ പ്രതീക്ഷകളാണ് ഈ ലോകത്തിന് കിട്ടേണ്ട, നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട അവരുടെ സേവനങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇന്ന് പോലീസ് പിടികൂടുന്ന കണക്കുകളൊന്ന് നോക്കൂ. 1 മുതൽ 10 വരെ ഗ്രാം കയ്യിൽ വെച്ച് സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കളെയും ചെറു വിൽപ്പനക്കാരെയുമായിട്ട് ദിവസവും പിടിച്ച് ലോക്കപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ പിടികൂടേണ്ടത് തന്നെയാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന വമ്പൻ സ്രാവുകൾ എവിടെയാണ്? ബാംഗ്ലൂരില്, ഗോവയില്, ഡൽഹിയിലൊക്കെ ഇരുന്ന് വിദേശികളായിട്ടുള്ള ക്രിമിനലുകളുടെ സഹായത്തോടെ ഈ ബിസിനസ് നിയന്ത്രിക്കുന്ന അന്തർ സംസ്ഥാന നെറ്റ്വർക്കിന്റെ തലവന്മാരെ തൊടാൻ നമ്മുടെ നിയമത്തിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ എത്ര പേര് അകത്തായിട്ടുണ്ട്? ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പണമിറക്കുന്നത്? ആരെങ്കിലും പണമിറക്കാതെ സ്വാധീനമില്ലാതെ ഇങ്ങനെ എഴഞ്ഞു പോകും? കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ദിവസം 850 ഗ്രാം മയക്കുമരുന്നുമായിട്ട് ഒരു ഹോൾസെയിൽ വ്യാപാരി പിടിക്കപ്പെട്ടത് വലിയ ഒരു വാർത്തയായിരുന്നു. ഒരു വലിയ ശൃംഖലയുടെ ചെറിയൊരു കണ്ണി മാത്രമാണ് സത്യത്തിലെയാവും. വിമാനത്താവളങ്ങൾ വഴിയിട്ട് അല്ലെങ്കിൽ അതിർത്തി വഴിയൊക്കെ ഒക്കെ കിലോഗ്രാം കണക്കിന് കെമിക്കൽ ലഹരികൾ സുരക്ഷിതമായി നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി എത്തണമെങ്കിൽ അതിന് പിന്നിൽ വലിയ കൂട്ടുകെട്ടില്ലാതെ അല്ലെങ്കിൽ വലിയ ബന്ധങ്ങളില്ലാതെ, ഒത്താശകളില്ലാതെ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അധികാരികൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏറ്റവും കഷ്ടമെന്ന് പറഞ്ഞാൽ ഈ വലിയ സാമൂഹിക വിപത്തിനെ പോലും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ചിലർ ജാതിയുടെയും മതത്തിന്റെയൊക്കെ തട്ടുകളിലേക്ക് മാറ്റാൻ നോക്കുന്നു എന്നതാണ്. മയക്കുമരുന്നിന് എന്ത് മതമാണുള്ളത്? ഒരു ലഹരി മാഫിയുടെയും ഇരകൾ ജാതി നോക്കിയിട്ടല്ല ഈ വിഷം വിൽക്കുന്നത്. അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെ തലമുറയുടെ ബുദ്ധിയും ആരോഗ്യവും പണവും അവർ മാത്രമാണ്. അത് നശിക്കണം, അല്ലെങ്കിൽ അവരുടെ പണം അവർക്ക് കിട്ടണം. ഇതിനെതിരെ ഒന്നിച്ചു നിന്നുള്ള ഒരു ചെറുത്ത് തോൽപ്പിക്കലാണ് ശരിക്കും വേണ്ടത്. നമുക്ക് ആവശ്യം അതാ. ഈ പിടിക്കപ്പെടുന്നവരിൽ എല്ലാ മതക്കാരുമുണ്ട്. ജാതിക്കും രാഷ്ട്രീയത്തിനും സൗഹൃദത്തിനും ഒക്കെ അപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതസ്ഥാപനങ്ങളും ഒന്നിച്ച് നിന്ന് പോയാൽ മാത്രമേ ഈ വലിയ ഒരു അർബുദത്തെ നമുക്ക് വെട്ടിമാറ്റാൻ കഴിയുള്ളൂ. അല്ലാതെ ജാതിയുടെ പേരിൽ തമ്മിലടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന്റെ പേരിൽ ജിഹാദ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ജിഹാദാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മാതാപിതാക്കളെ, നമുക്കൊരല്പം ജാഗ്രതയൊക്കെ ആകാം. നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മുടെ മക്കളൊക്കെ 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. അവര് മറ്റു പലയിടങ്ങളിലും പോകുന്നു, പല കൂട്ടുകളിലും ഉണ്ട്. എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോണതെന്നൊന്നും അറിയുന്നില്ല. നമ്മൾ സത്യത്തിൽ അവരെ തൊടാൻ പേടിയാണ്. നമ്മുടെ നിയമങ്ങളും അങ്ങനെയാണ്. കുട്ടികളെ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പാടില്ല. അവിടെയും പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത് ചിലരൊക്കെ ഈ മയക്കുമരുന്ന് മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഈ പോക്സോ കേസുകളായാലും മറ്റു കേസുകളായി കൊണ്ടുവരുന്നത്. ഈ കുട്ടികൾക്ക് വരുന്ന ഫോൺ കോളുകൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കയ്യിലെത്തുന്ന പുതിയ സാധനങ്ങൾ എല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? വലിയ വാഗ്ദാനങ്ങളുമായി അവരെ സമീപിക്കുന്ന ചതിക്കുഴികളെ കുറിച്ച് അവർക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? ചുടയിലെ ശീലം ചുടലവരെ എന്നാണ്. ചെറുപ്പം മുതൽ നമ്മൾ അതിന് മുന്നറിയിപ്പ് കൊടുത്ത് അവിടെ വളർത്തണ്ടേ? പോലീസിന്റെ റെയ്ഡുകൾ കൊണ്ട് മാത്രം ഈ വിപത്ത് പൂർണ്ണമായിട്ടും അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ നിന്നാണ് യഥാർത്ഥ പ്രതിരോധം തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു കെണിയിൽ വീണ് എരിഞ്ഞു തീരാൻ നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഈ ലഹരി മാഫിയയുടെ വേരുകൾ അറുത്തുമാറ്റാൻ വേണ്ടി അതിന്റെ പിന്നിലെ വമ്പൻ സ്രാവുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് ഉറക്കെ ശബ്ദമുയർത്തിയേ പറ്റുള്ളൂ. അതിനുവേണ്ട സപ്പോർട്ട് നടത്തിയേ പറ്റൂ. അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, ഏത് ജാതിക്കാരനാണെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അവർ പുറത്തു വരട്ടെ. ഈ സാമൂഹ്യ വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോട്ടെ. നമ്മുടെ നാടിന്റെ വരും തലമുറയെ അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടം അത് വേണ്ടേ? ഇതിൽ മൗനം പാലിക്കുന്നത് വലിയൊരു തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Different angles. Don't forget to subscribe and support this channel.